മോളെ വേഗം വാ, ഭക്ഷണം തയ്യാറായി. അമ്മ, എനിക്കിന്ന് സ്കൂളിൽ പ്രസംഗ മത്സരം ഉണ്ട്, വേഗം പോണം. ഞാനാണ് ഈ വീട്ടിലത്തെ എല്ലാ ജോലിയും ചെയ്യുന്നത്. ഒന്ന് കാത്തു നിൽക്കുമ്പോ റെഡിയാക്കി തരാം. നീ കളിക്കാൻ വരുന്നുണ്ടോ? ഞാൻ പോവാണ്. അമ്മേ, എനിക്ക് എന്റെ കൂട്ടുകാരന്റെ കൂടെ കളിക്കാൻ പോണം. നീ അവരൊന്ന് റെഡിയാക്കി വിടാൻ നോക്ക്. എന്താണ് ഒരു ശബ്ദം കേട്ടത്? വാ നോക്കാം. എല്ലാരും ഉടൻ തന്നെ ഇവിടെ നിന്ന് മാറി നിൽക്കണം, ഇത് തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ എങ്ങടാ പോവാ? ഇപ്പോൾ ജീവൻ രക്ഷിക്കുന്നത് മാത്രമാണ് ഏറ്റവും വലിയ പ്രാധാന്യം. എല്ലാരും ഇവിടെ നിന്ന് മാറി നിൽക്കണം. എന്റെ ജന്മനാട് ഉപേക്ഷിച്ച് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? ഞാൻ എങ്ങോട്ടും പോകില്ല. വരൂ, നമുക്ക് സുരക്ഷിതമായി എങ്ങോട്ടെങ്കിലും മാറാം. അച്ഛാ, മുത്തശ്ശി, നിങ്ങളൊക്കെ എവിടെയാണ്? ആ വലിയ തിരക്കിനിടയിൽ എല്ലാവരും വേർപെട്ടു പോയി മോളെ. എനിക്ക് എന്റെ കൂട്ടുകാരെ ആരെയും കാണാൻ കഴിയുന്നില്ല. അവരൊക്കെ എവിടെ പോയി? യുദ്ധം വീടുകൾ മാത്രമല്ല തകർക്കുന്നത്, അത് മനുഷ്യബന്ധങ്ങളെ കൂടിയാണ്. യുദ്ധം മനുഷ്യനെ അഭയാർത്ഥികളാക്കി മാറ്റുന്നു. അവർക്ക് അവരുടെ വീടുകൾ മാത്രമല്ല, മറിച്ച് അവരുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൂട്ടുകാരെയും വിലപ്പെട്ട ഓർമ്മകളെ കൂടിയാണ് നഷ്ടപ്പെട്ടത്. നമ്മൾ ജീവനും കൊണ്ട് ഓടുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ എൻ്റെ അമ്മനെ അവസാനമായി കണ്ടത്. ഇപ്പോ എനിക്ക് ആരുമില്ല. എന്റെ വീടെല്ലാം തകർന്നു പോയി. എനിക്കിപ്പോ ആരെയും കാണാൻ കഴിയുന്നില്ല. ഇനി നമ്മൾ എന്താ ചെയ്യാ? യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ കുട്ടികളാണ്. അത് അവരുടെ പുഞ്ചിരിയും സ്വപ്നങ്ങളും കുട്ടിക്കാലവും കവർന്നെടുക്കുന്നു. നിങ്ങൾ തനിച്ചല്ല. മനുഷ്യത്വത്തിന് അതിരുകളില്ല. വിശക്കുന്നവർക്ക് ഭക്ഷണവും അനാഥയായവർക്ക് സംരക്ഷണവും അഭയാർത്ഥികൾക്ക് പുതിയൊരു പ്രതീക്ഷയും ഞങ്ങൾ നൽകും. ഈ ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. നമുക്ക് ഒരുമിച്ച് സമാധാനമുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കാം. രാജ്യങ്ങൾക്ക് വേണ്ടത് യുദ്ധമല്ല, അവർക്ക് വേണ്ടത് സ്നേഹവും സഹകരണവുമാണ്. ഒരു യുദ്ധം തുടങ്ങാൻ ഒരു നിമിഷം മതി, പക്ഷേ ഒരു ജീവിതം വീണ്ടും കെട്ടിപ്പടുക്കാൻ വർഷങ്ങൾ വേണം. അതിരുകൾ നമ്മളെ ബന്ധിപ്പിച്ചേക്കാം, പക്ഷേ മനുഷ്യത്വം നമ്മളെ ഒന്നിപ്പിക്കുന്നു. ജൂൺ 20 ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നു. വീട് നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷ നൽകാനും അനാഥരായ കുട്ടികളെ സ്നേഹിക്കാനും രാജ്യങ്ങൾക്കിടയിൽ സമാധാനവും സൗഹൃദവും വളർത്താനും ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.